നമസ്കാരം പ്രേക്ഷകരെ, തമിഴ്നാട് അപ്ഡേറ്റ്. സ്റ്റാലിന്റെ അണ്ണാക്കിൽ വിസിലൂതി വിജയ്. അതല്ലാതെ വേറൊന്നും പറയാനില്ല. കാരണം ഞെട്ടിപ്പോവാണ് ഇതിന്റെ റിസൾട്ട് കണ്ടിട്ട്. 110 സീറ്റിലേക്ക് ടി വിക്ക് മാറുകയാണ്. ഒരു 7 സീറ്റ് കൂടെ പിടിച്ചോ ടി വിക്ക് ഒറ്റയ്ക്ക് ഭരണം പിടിക്കാം. അത് വളരെ രസകരമാട്ടോ. കാരണം 2 വർഷം മാത്രം പ്രായമുള്ള പാർട്ടി 117 സീറ്റ് പിടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എന്തായാലും സ്റ്റാലിന്റെ ഉദയസൂര്യനെ വിസിൽ വെച്ച് അണ്ണ ഊതി അങ്ങോട്ട് താഴിട്ടിട്ടുണ്ട് എന്ന് വേണം തന്നെ പറയാം. വേറെ അപ്ഡേറ്റ് ജനനായകനുമായി ബന്ധപ്പെട്ടാണ് പ്രേക്ഷകരെ. ജനനായകന്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് SSR എന്റർടൈൻമെന്റ് ആണ് കേരളത്തില്. ഓവർസീസ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉൾപ്പെടെ പറയുന്നത് ജനനായകൻ എന്ന സിനിമയിൽ വിജയുടെ ടൈറ്റിൽ കാർഡിൽ മാറ്റം ഉണ്ടാകും. തമിഴ്നാട് CM ജോസഫ് വിജയ്, തമിഴ്നാട് CM ദളപതി വിജയ്, എന്ത് വേണോ ആയിരിക്കാം, ഇതൊക്കെ സംഭവിക്കാൻ പോവാണ്. ഞാൻ ഒരു കാര്യം പറയാം. സർക്കാർ എന്ന സിനിമയിൽ വിജയ് പറയുന്നുണ്ട് ഇതുപോലെ കുറെ പേരെ കൂട്ടിച്ചേർത്ത് ഭരിക്കുക എന്ന് പറയുന്നത്. ഒരു റിയൽ ലൈഫ് സ്റ്റോറിനെ സിനിമയാക്കാൻ എല്ലാവർക്കും പറ്റും. പക്ഷേ ഒരു സിനിമ കഥ റിയൽ ലൈഫ് സ്റ്റോറി ആക്കി മാറ്റണമെങ്കിൽ ഒരു ഗെത്ത് വേണോ എന്ന് പറയുന്ന പോലെ തന്നെയാണ്. ഉറപ്പാണ്. ഞാൻ ഒരു കാര്യം ഞാൻ എല്ലാവരോടും പറയാം. ഞാൻ നിങ്ങളുടെ കമന്റ്സ് ഒക്കെ കാണുന്നുണ്ട്. എല്ലാവരും പറയുന്നുണ്ട് നീ പറഞ്ഞതല്ലേ വിജയ് എങ്ങനെ CM ആവും, 8 മടക്കി പോക്കറ്റിൽ വെക്കുന്നൊക്കെ. ആരും പ്രതീക്ഷിച്ചു ഈ റിസൾട്ട്. ഐ വാസ് കംപ്ലീറ്റ്ലി ബ്ലോൺ ഔട്ട്. കാരണം നിങ്ങൾ നോക്കി, ഏതെങ്കിലും സർവേസിൽ മൈ ആക്സസ് അല്ലാണ്ട് ഏതെങ്കിലും ഒരു സർവേയിൽ ഇങ്ങനെ ടി വിക്ക് ഇങ്ങനെ ഒരു വിജയം ഉണ്ടാകുമെന്ന രീതിയിൽ പറഞ്ഞിരുന്നു. ചാണക്യയും മൈ ആക്സസും മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നു ടി വിക്ക് ഇങ്ങനൊരു മുന്നേറ്റം ഉണ്ടാക്കും എന്നുള്ള രീതിയിൽ പറഞ്ഞു. പക്ഷെ വേറെ ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ പറയുന്നത് നാഷണൽ മീഡിയസ് ഉൾപ്പെടെയുള്ള സർവേസ് കോട്ട് ചെയ്തുകൊണ്ടാണ് ഞാനും പറയുന്നത്. നമുക്കും അതിന്റെ ഇൻഫർമേഷൻസേ ഉള്ളൂ. പക്ഷെ തമിഴ്നാട് ജനത ഇങ്ങനെ മാറി ചിന്തിക്കും എന്നൊന്നും സ്വപ്നത്തിൽ പോലും കരുതിയില്ല. അതാണ് ആക്ച്വലി സംഭവിച്ചിരിക്കുന്നത്. പക്ഷെ സ്റ്റാലിൻ അണ്ണാക്കിലിട്ട് വിസില് ഊതി കൊടുക്കുന്ന അണ്ണനെയാണ് നമ്മൾ കണ്ടത്. ഈ വിസില് ഒന്ന് ആലോചിച്ച് നോക്കണേ. വിസില് ആയിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. വിസിൽ ചിഹ്നം കിട്ടിയപ്പോൾ ചെപ്പോക്ക് സ്റ്റേഡിയത്തിൽ IPL മത്സരത്തിൽ ചെന്നൈയുടെ കളിയിൽ പോലും വിസില് കയറ്റൂല എന്ന രീതിയിൽ വരെ കാര്യങ്ങൾ മാറി. ഇപ്പം ആരും കയറ്റമൊന്നും വേണ്ട, അണ്ണൻ അങ്ങ് കയറ്റിക്കോളും. പക്ഷെ സ്റ്റാലിന് കിട്ടിയ തിരിച്ചടി സത്യം പറഞ്ഞാൽ ഭയങ്കര രസമാണ് ആ കഥ. പിണറായിക്ക് ഇവിടെ എങ്ങനെയാണോ തിരിച്ചടി കിട്ടിയത് അതുപോലെ ഒരു ദശാബ്ദകാലത്തിന് നാണം കെട്ട അന്ത്യം എന്നുള്ള രീതിയിൽ വേണം പിണറായി വിജയന്റെ കാണുന്നത്. അതുപോലെയാണ് സ്റ്റാലിന്റെ അവസ്ഥ. AIADMKക്ക് നിലവിൽ ഇപ്പൊ 12.5 AIADMKക്ക് 68 സീറ്റിന് മുന്നേറ്റം ഉണ്ടെങ്കിൽ DMK 57 മൂന്നാം സ്ഥാനത്തേക്ക് പോവാണ്. 1-ാം സ്ഥാനത്ത് TVK. നമ്മളെല്ലാം പലരും വിജയ ആരാധകരൊക്കെ ആയിരിക്കും. പക്ഷെ 110 സീറ്റിനൊക്കെ TVK മുന്നിട്ട് നിൽക്കുക എന്നൊക്കെ പലരും സ്വപ്നം പോലും കണ്ടിട്ടുണ്ടാവില്ല. വിജയ് ജയിക്കും, MLA ആവും എന്നുള്ളത് ഞാനും പറഞ്ഞിരുന്നു. പക്ഷെ TVK അധികാരത്തിലേക്ക് വരുമെന്നൊന്നും സത്യം ഉണ്ടായിരുന്നില്ല. അതിൽ നമ്മുടെ എക്സിക്യൂഷനും നമ്മുടെ ചിന്താഗതിയും ഒക്കെ തെറ്റിക്കുന്ന തമിഴ് ജനതയാണ് കണ്ടത്. പലരും പറഞ്ഞിരുന്നു MGR ഒക്കെ കഴിഞ്ഞു, രജനീകാന്തും കഴിഞ്ഞു, ഒരുപക്ഷെ ഇനി ഒരു സൂപ്പർ സ്റ്റാർ ഒന്നും അങ്ങനെ തമിഴ്നാട് രാഷ്ട്രീയം പിടിച്ചു കുലുക്കാനൊന്നും ഉണ്ടാവില്ല എന്നുള്ളത്. വിജയ് അത് പ്രൂവ് ചെയ്യാണ്. എന്നെ കൊണ്ട് പറ്റും എന്നുള്ളത് അയാൾ തെളിയിക്കുകയാണ്. അപ്പൊ പക്ഷെ ഒരു കാര്യം നമുക്കൊന്ന് ഉറപ്പിക്കാം, വിജയ് സിനിമാ ജീവിതം എന്തായാലും ക്വിറ്റ് ചെയ്യാൻ പോവാണ്. കാരണം ഇനി വിജയ് ഒരു സിനിമ ചെയ്യാനൊന്നും പോകുന്നില്ല. MLA ആയില്ലെങ്കിൽ പോലും സിനിമാ ജീവിതം നിർത്തുമെന്ന് പറഞ്ഞ വ്യക്തിയാണ് വിജയ്. ആ വ്യക്തി ഇപ്പൊ MLAയും കടന്ന് CM പൊസിഷനിലേക്ക് പോകാൻ പോവാണ്. സോ നെവർ, വിജയ് ഒരിക്കലും ഇനി ഒരു സിനിമ ചെയ്യില്ല എന്നുള്ളതാണ്. അയാളെ തിരശ്ശീലയിൽ മിസ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഞാൻ ഭയങ്കരമായിട്ട് വിഷമിക്കുന്നുണ്ട്. പക്ഷേ തമിഴ്നാട് ജനതയ്ക്ക് നന്മയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അത് അങ്ങനെയാണ് വരുന്നതെങ്കിൽ അങ്ങനെ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. ബട്ട് ദിസ് റിസൾട്ട് ഇസ് ആക്ച്വലി ബ്ലോൺ ഔട്ട്. സ്റ്റാലിനൊക്കെ വീട്ടിൽ ഇരുന്ന് പേടിക്കായിരിക്കും. പിന്നെ വിജയുടെ വീട്ടിന് ചുറ്റും സെക്യൂരിറ്റീസ് കൂട്ടിയിട്ടുണ്ട്. അതൊക്കെയാണ് നമുക്കിപ്പോൾ പറയാനുള്ള അപ്ഡേറ്റ് എന്ന് പറയുന്നത്. തൃച്ചി ഈസ്റ്റിലും വിജയ് മത്സരിക്കുന്ന പെരമ്പൂരിലും ഈ 2 മണ്ഡലങ്ങളിലും കുതിച്ച് പൊക്കുകൊണ്ടിരിക്കുകയാണ് വിജയ്. ഭയങ്കരമായ മുന്നേറ്റമാണ്. TVK പിടിച്ചാൽ കിട്ടാത്ത രീതിയിലേക്ക് മാറാണ്. ഇപ്പോഴും അവിടെ വോട്ട് എണ്ണൽ നടക്കുന്നതേ ഉള്ളൂ. സോ സ്വാഭാവികമായിട്ടും വേണമെങ്കിൽ TVKക്ക് ഇനിയും കൂടാം. ഒരു 15 സീറ്റൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഫെയർ ആൻഡ് സ്ക്വയർ ആയിട്ട് TVKക്ക് ഒറ്റയ്ക്ക് ഭരിക്കാം. പക്ഷെ അല്ലാണ്ട് എനിക്ക് തോന്നുന്നു കുറച്ച് സപ്പോർട്ട് വേണ്ടി വരുമായിരിക്കും. MLA വാങ്ങുന്ന പരിപാടിയിലേക്ക് കാര്യങ്ങൾ പോവാം. ആ രീതിയിലേക്കായിരിക്കും നടക്കുക. നേരെ മറിച്ച് ഇങ്ങോട്ടും വരാം കേട്ടോ. DMK ഇനി വല്ല പൈസയൊക്കെ കൊടുത്തിട്ട് ഇനി എന്തൊക്കെ നടത്താൻ പോകാമെന്നോ അല്ലെ അങ്ങനെയൊക്കെ നടക്കില്ലയോ, എന്താണ് രാഷ്ട്രീയം എന്നൊന്നും അറിയില്ല. തമിഴ്നാട് രാഷ്ട്രീയമാണ്, അത്രയ്ക്കും പ്രധാനപ്പെട്ട രാഷ്ട്രീയമാണ്. അതാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് പ്രിയപ്പെട്ട. പക്ഷേ എല്ലാവരും കേരള ഇലക്ഷൻ ആയതുകൊണ്ട് പലരും അങ്ങനെ തമിഴ്നാട് ഇലക്ഷൻ ഫോക്കസ് ചെയ്യുന്നുണ്ടാവില്ല പല മീഡിയയും. അതുകൊണ്ടാണ് നമ്മൾ എടുത്തെടുത്ത് പറയുന്നത്. TVK നിലവിൽ 110 നിൽക്കുകയാണ്. 110 സീറ്റിന് മുന്നേറ്റം. ഉദയസൂര്യനൊക്കെ അസ്തമിച്ചിട്ടുണ്ട്. ഉദയസൂര്യനെ അസ്തമിക്കുക എന്ന് മാത്രം പറഞ്ഞാൽ പോലെ സൂര്യനെ ചവിട്ടിക്കൂട്ടി ദൂരത്തോട്ട് എറിഞ്ഞ പോലെ എന്തായാലും സ്റ്റാലിൻ്റെ അണ്ണാക്കിലേക്ക് വിജയ് കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് ഒറ്റ ഒരു സാധാരണ ഭാഷയിൽ പറയാനുള്ളൊരു അപ്ഡേറ്റ് ആയിട്ട് വേണമെങ്കിൽ ഇങ്ങനെ കൂട്ടാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.